DCP മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മാസം 1600 രൂപ വീതം ക്ഷേമ പെൻഷനുകളായി ലഭിക്കുന്നവർ 2024 ഏപ്രിൽ 1 മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷനാണ് മാർച്ച് മാസത്തിൽ വിതരണം പൂർത്തിയായിരിക്കുന്നത്. വിഷുവിന് മുൻപായി 2 മാസത്തെ ക്ഷേമ പെൻഷനായി 3200 രൂപ കൂടി വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നതാണ്. അതിനിടെയാണ് 23 ലക്ഷത്തോളം പേരുടെ ക്ഷേമ പെൻഷനുകൾ തടസ്സപ്പെടുന്നതായുള്ള വാർത്ത വന്നിരിക്കുന്നത്. എന്നാൽ ഇത്രയും പേർക്ക് ഈ മാസത്തിൽ ക്ഷേമ പെൻഷൻ തടയുമെന്നല്ല യഥാർത്ഥത്തിൽ വാർത്തയിലുണ്ടായിരുന്നത്. 2023 സെപ്റ്റംബറിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്ക് മസ്റ്ററിംഗ് നടത്തിയത്. ഇത് പൂർത്തിയാക്കാതിരുന്നവർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ഇതിൽ പലരും മരിച്ചവരുടെ പേരുകളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുറേ പേർ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാതെ ഇരിക്കുന്നുമുണ്ട്. ഇത്തരക്കാർക്കായി എല്ലാ മാസവും 1 തീയതി മുതൽ 20 തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് നടത്തുവാൻ അവസരം നൽകുന്നുണ്ട്. മാർച്ച് മാസത്തിൽ വിതരണം ചെയ്ത ക്ഷേമ പെൻഷൻ ലഭിച്ചവരെല്ലാം കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരായി രേഖപ്പെടുത്തപ്പെട്ടവരാണ്. ഇവർക്കെല്ലാം ഏപ്രിലിൽ വിതരണം ചെയ്യുന്ന 3200 രൂപ ലഭിക്കും. മാർച്ച് മാസത്തിൽ പെൻഷൻ കിട്ടാത്തവർ സേവനയുടെ വെബ്സൈറ്റിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതായി കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. പ്രാദേശിക സർക്കാരുകൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സെക്രട്ടറിമാർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്തത് മൂലം, ഉദാഹരണത്തിന് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടാൻ മറന്നുപോവുക, അതുപോലെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോയതുകൊണ്ടുമാണ് പെൻഷൻ തടസ്സപ്പെട്ട 23 ലക്ഷത്തിൽ പലരും ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനാൽ മസ്റ്ററിംഗ് നടത്തിയിട്ടും മാർച്ച് മാസത്തിൽ വിതരണം ചെയ്ത പെൻഷനും ഈ ഏപ്രിലിൽ വിതരണം ചെയ്യുവാൻ പോകുന്ന പെൻഷനുമൊക്കെ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടാണോ എന്നും പരിശോധിക്കേണ്ടതാണ്. അടുത്തതായി എല്ലാവരും കാത്തിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ സർക്കാർ വിതരണം നടത്തുമെന്ന് പറഞ്ഞിരുന്ന 3200 രൂപയുടെ പെൻഷൻ വിതരണം എന്ന് ആരംഭിക്കുമെന്നാണ്. വിഷു 14-നും പെരുന്നാൾ 10-നും ഉള്ളതിനാൽ എല്ലാവരിലേക്കും ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതിനായി ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ വിതരണം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ കടമെടുപ്പ് കേസിൽ സുപ്രീം കോടതിയിൽ കേരള സർക്കാരിന് അപ്രതീക്ഷിതമായി തിരിച്ചടിയേറ്റിരിക്കുകയാണ്. നേരത്തെ സുപ്രീം കോടതി ഇടപെടലിലൂടെ 13,608 കോടി രൂപ കടമെടുക്കുവാൻ കേരള സർക്കാരിന് കഴിയുകയും അതുപയോഗിച്ച് മാർച്ച് മാസത്തിൽ ഒരു മാസ പെൻഷനായ 1600 രൂപയുടെ വിതരണവും മറ്റ് ഭരണ ചിലവുകളും സർക്കാർ നടത്തിയിരുന്നു. മറ്റൊരു 10,000 കോടി രൂപ കൂടി മാർച്ച് മാസത്തിൽ കടമെടുക്കുവാൻ അനുമതിക്കായി കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 5,000 കോടി എടുക്കുവാൻ അനുവദിക്കാമെന്ന് കേന്ദ്രം പറഞ്ഞുവെങ്കിലും 10,000 കോടിയെങ്കിലും വേണമെന്നായിരുന്നു കേരളത്തിൻ്റെ വാദം. അല്ലെങ്കിൽ പെൻഷനും മറ്റ് ക്ഷേമ പദ്ധതികളും താളം തെറ്റുമെന്നായിരുന്നു വാദം. എന്നാൽ കേസിൽ കേരളത്തിന് അനുകൂലമായ വിധി വന്നില്ല. കൂടുതൽ കടമെടുക്കുന്നതിന് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന് തിരിച്ചടിയായത് 2016 മുതൽ 2020 വരെ എടുത്ത അധിക കടമാണ്. ഈ കാലയളവിൽ എടുത്ത അധിക കടം പിന്നീടുള്ള വർഷങ്ങളിലെ കടപരിധിയിൽ കുറവ് വരുത്തുവാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 2021 മുതൽ വെട്ടിക്കുറച്ചത് 26,619 കോടിയുടെ കടപരിധിയാണെന്നും സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത കാരണം ഉണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിൽ ഭരണഘടന ബെഞ്ചാണെന്നും കോടതി തങ്ങളുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധിക കടമെടുപ്പിന് അനുമതി നൽകിയില്ലെങ്കിൽ പെൻഷൻ ഉൾപ്പെടെയുള്ളവയുടെ വിതരണം പ്രതിസന്ധിയിലാകുമെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ഇടപെടൽ കാരണം കേരളത്തിന് 13,608 കോടി രൂപ കടമെടുക്കുവാൻ കഴിഞ്ഞുവെന്നും അതിനാൽ പ്രതിസന്ധി ഭാഗികമായി തരണം ചെയ്യുവാൻ കഴിഞ്ഞുവെന്നുമാണ് സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അധിക കടമെടുക്കുവാൻ കേരളത്തിന് അനുകൂലമായി ഉത്തരവിറക്കുവാനാകില്ലെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കിൽ സംസ്ഥാനത്തിന് കടമെടുക്കുവാൻ കഴിയില്ല. പുതിയ സാമ്പത്തിക വർഷം ഇന്ന് തുടങ്ങിയതിനാൽ പുതിയ വർഷത്തിൽ കടമെടുക്കാനാണ് ഇനി സംസ്ഥാനത്തിൻ്റെ നീക്കം. ചൊവ്വാഴ്ചകളിൽ മാത്രമേ സംസ്ഥാനത്ത് റിസർവ് ബാങ്ക് വഴി കടമെടുക്കാനാകൂ എന്നതിനാൽ അടുത്ത ചൊവ്വാഴ്ച 9 തീയതി കടമെടുത്ത് വിതരണം നടത്തുവാനാണ് സാധ്യതയുള്ളത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വരുന്നവർക്കെല്ലാം വിഷുവിന് മുൻപേ തുക ലഭിക്കുമെങ്കിലും വീടുകളിലേക്ക് സഹകരണ ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ സാധ്യത കുറവാണ്. പെൻഷൻ വിതരണ തീയതി ഔദ്യോഗികമായി സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയിക്കുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഏറ്റവും പുതിയ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.